ഒസീലാമ്മ ഇങ്ങോട്ടും പോകാൻ വഴിയില്ല, പെരുവഴി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങോട്ടും പോകാൻ വഴിയില്ല, പെരുവഴി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞാനും എൻ്റെ മക്കളും. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ആരും ഞങ്ങളെ സഹായിക്കാനില്ല. എനിക്ക് ചെന്നവനാണെങ്കിൽ എനിക്ക് ബന്ധുക്കാരും ഇല്ല. അതുകൊണ്ട് മക്കൾ പലയിടത്തായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം മക്കൾ വേറൊരു വീട്ടിൽ നിൽക്കുന്നു, ഞാൻ വേറൊരു വീട്ടിൽ നിൽക്കുന്നു. കുഞ്ഞിനെ കൊണ്ട് എനിക്കിപ്പോൾ എങ്ങോട്ടും ചെന്ന് കയറാക്കത്തില്ല. 3 മക്കളുണ്ടത്, പെൺകുട്ടി. അതിൽ കളഞ്ഞിട്ട് പോയി, മറ്റൊരു വിവാഹം കഴിച്ച്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചതിനകത്താണ് പൊടിക്കുഞ്ഞുണ്ടായി, ഈ കുഞ്ഞിന് ജന്മം ചെയ്തത്. അതും എല്ലാം ചെയ്ത് കൊടുത്തിട്ട് അയാൾ നമ്മളെ അംഗീകരിച്ച് നമ്മളെ അനാശങ്ങളും എല്ലാം പറിച്ചും കാര്യങ്ങളും ഒക്കെ നടക്കത്തില്ല. ഇല്ലിക്ക് കീപ്പിട്ട് തളന്നേ എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അയാളെ വായിരിക്കുന്ന എന്നെ പറയുന്നൊന്നും പടച്ചവൻ പോലും ഓർക്കത്തില്ല. എൻ്റെ മക്കളെയും പറയും ചീത്ത. ഞാൻ ഇപ്പം അതിന് മുന്നേ ഞാൻ വീട്ടിൽ ജോലി ചെയ്തായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം, ഈ പുള്ളിക്കാരനെ എടുത്തതിന് ശേഷവും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേര് 1 രൂപ ചോദിച്ചാൽ എനിക്ക് കടമായിട്ടാണ് തരുന്നത്, കടമായിട്ട് തിരിച്ചു കൊടുക്കണം. വീടിന് 2ഉം 3ഉം നില വെച്ചിട്ടും പോരാതെ ഉയരം കൂട്ടുന്നവർ, ലക്ഷങ്ങളുടെ ഡ്രസ്സുകൾ മിനിറ്റുകൾ സമയത്തേക്ക് മാത്രം ഇടുന്നവർ, ആഹാരത്തിൻ്റെ ആഘോഷം നടത്തുന്ന ആർഭാട സദസ്സുകൾക്കായി മത്സരിക്കുന്നവരുടെയൊക്കെ ഇടയിലാണ് സ്വന്തം 4 പെൺമക്കളെയും കൂട്ടി അന്തി ഉറങ്ങാൻ ഈ അമ്മ പലരുടെയും കാല് പിടിക്കുന്നത്. പ്രായപൂർത്തിയായ 3 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് പലരുടെയും കാല് പിടിക്കുകയാണ് കൊല്ലം കേരളപുരം സ്വദേശി സുമിന. 3 പെൺമക്കളെ ഒരു സുമനസ്സുകാരൻ്റെ കുടുംബത്തോടൊപ്പം നിർത്തിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ വാൽവിന് രോഗം ബാധിച്ച ഇളയ മകളുമായി സുമിന ഒരു കൂട്ടുകാരുടെ കാരുണ്യത്തിലാണ് നേരം വെളുപ്പിക്കുന്നത്. അന്തി ഉറങ്ങാനും ആഹാരത്തിനും ചികിത്സയ്ക്കുമായി പലരുടെയും മുന്നിൽ കെഞ്ചുന്ന സുമിനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. പിന്നെ പലരുടെയും കയ്യിൽ നിന്നാണ് ഞാൻ വായ്പ മേടിച്ച് എൻ്റെ മക്കളെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. എനിക്ക് കൊടുക്കാൻ വഴിയില്ല. ഞാൻ ആ രീതി അവസ്ഥ അടക്കുക. എനിക്ക് മോൾക്ക് വാൽവിന് തകരാറുണ്ട്, പിന്നെ മോൾക്ക് കണ്ണിന് ഇച്ചിരി കുഴപ്പമുണ്ട്. അങ്ങനെ ചെക്കപ്പ് SIT കൊല്ലത്ത് നിന്ന് SIT വിട്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. 17-ാം തീയതി ആയിരുന്നു ഈ വാൽവിന് തകരാറുണ്ടെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ മോൾക്ക് പിന്നെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ്. മോള് 3 പേര് വേറൊരു വീട്ടിൽ, ഞാനൊരു വേറെ വീട്ടിലാണ് കിടക്കുന്നത്. ഒരു നിവൃത്തിയില്ല. സ്കൂള് തുറക്കാൻ പോലും എൻ്റെ സാമ്പത്തികമൊന്നുമില്ല മേടിക്കാൻ പോലും. ഞങ്ങളിപ്പോൾ അന്യയുടെ ആ ഒരു ഞങ്ങളെ കരുണ കാണിച്ചുകൊണ്ട് ഞങ്ങളവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത്. പിന്നെ മറ്റേടത്ത് തന്നെ അവരുടെ ആ കരുണ കൊണ്ട് എൻ്റെ മക്കളെ അവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത്. കാര്യം ചെന്നേവാൻ ഇടയില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കവിടെ നിൽക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം അവർക്കില്ലെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലായിടത്തും ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്കൊരു 20 രൂപ നാളെ ഒരു വീട് എടുക്കാനെന്ന്, എന്നിട്ട് പോലും ആരും തരുന്നില്ല. പലിശയ്ക്ക് വരെ ചോദിച്ചു. കിടക്കാട ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ 17 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുക. എൻ്റെ ജീവിതവും ഇങ്ങനെ, എൻ്റെ മക്കളുടെ അവസ്ഥയും ഇങ്ങനെ. ഞങ്ങൾക്ക് ആശ്രയം ഇല്ലാതെ ഇപ്പം അന്യയുടെ കാരണം കൊണ്ട് അവർ അന്നം കഴിക്കുന്നു. പിന്നെ ഇതിന് മുന്നേയൊക്കെ ഞാൻ വീട്ടിൽ ജോലി ചെയ്ത് ജീവിച്ച്, പിന്നെ ഈ ഭിന്നശേഷി ആളിനെ എടുത്ത് ഈ കുഞ്ഞാവുന്നതിന് മുന്നേ അയാൾ നോക്കിയിട്ടില്ല, നോക്കി. ഇപ്പം ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അയാൾ എൻ്റെ മക്കളോട് വേദനിപ്പ് കാണിക്കുന്നതും എന്നോടും വേദനിപ്പ് കാണിക്കുന്നത്. ഇപ്പം അയാൾക്ക് അയാളുടെ കുഞ്ഞ്, ഇപ്പം കുഞ്ഞെന്ന് ഞാൻ ജന്മം കൊടുത്തിട്ടല്ലേ കുഞ്ഞാവത്തോളൂ, അല്ലാതെ ആവത്തില്ലല്ലോ. കുഞ്ഞിനല്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം, എനിക്ക് തരേണ്ട കാര്യമില്ല. എനിക്ക് ചെന്ന് കയറുന്നിടം എല്ലാം പരാജയവും എല്ലാം. അറിയത്തില്ല. അച്ഛനൊക്കെ വിളിക്കാറുണ്ടോ മക്കളെ? മോളെത്ര പഠിക്കുന്ന? പ്ലസ് 2 മോള് വെക്കേഷൻ ജോലിക്കൊക്കെ പോയാണോ പൈസ കണ്ടെത്തുന്നത്? കടയിൽ അങ്ങോട്ട് നിൽക്കാൻ പോകുന്നുണ്ടല്ലേ? അങ്കിൾ ഇങ്ങോട്ട് പറയായിരുന്നു, ഇങ്ങോട്ട് പറഞ്ഞാണ് അങ്ങനെ അല്ല, ഞാൻ ചെന്ന് ചോദിച്ചു കയറിയത്. ഞങ്ങളെ കഷ്ടപ്പെട്ടാ നോക്കുന്നത്, ഞങ്ങൾ 4 പേരെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരോടും ചെന്ന് പൈസ വായ്പ വെച്ചിട്ട് ഞങ്ങളെ നോക്കാനായിട്ട് വലിയ പ്രയാസപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരടുത്തും വായ്പ ചോദിക്കുമ്പോഴെല്ലാവരും മോശമായ രീതിയിൽ അമ്മയോട് സംസാരിക്കുന്നു. അതുകൊണ്ട് അമ്മക്ക് അതിലോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വായ്പ മേടിച്ചു ഒക്കെ ഞങ്ങളെ കാര്യങ്ങൾ തന്നെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ വല്ലൊരു സഹായിക്കും, ഈ ബാഗിനും ബുക്കിനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തർ തരുന്ന
ഉടുപ്പ് ആയാലും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഒരു ഫാൻസി കട ജോലിക്ക് വന്നു. എത്ര ശമ്പളം കിട്ടും? 270 രൂപ ഒരു ദിവസം അല്ലേ? അതുകൊണ്ട് ഉമ്മയുടെ കൊടുക്കും. ഞങ്ങളതിലൊരു നിവർത്തിയില്ല. ഉമ്മ രണ്ടാമത് വിവാഹം കഴിച്ചാണ് ഞങ്ങളെ ചീത്ത വിളിക്ക് ഇടിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളെ മോശമായിട്ട് രീതിയിൽ ഓരോ ആമ്പിള്ളേർ വെച്ച് ഞങ്ങളെ വെച്ച് കൂട്ടി വായിക്കും. അയാൾ ഞങ്ങളൊന്നും ശരിയായത്, അയാൾക്ക് അയാളെ കൊച്ചിൻ്റെ കാര്യം പോലും പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു രീതിക്ക് നിൽക്കത്തില്ല. ആ കൊച്ചിനെയും ചെക്കപ്പിന് കൊണ്ടുവന്നതിന് പൈസ ഒരുപാട് വേണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാമൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾ 3 പേരും അവർ കുഴപ്പമൊന്നുമില്ലേ നമ്മൾ നിൽക്കുന്നുണ്ട്? ഇല്ല, ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്നു. നമ്മൾ എത്ര നാളും അവിടെ നിൽക്കാൻ പറ്റും? അത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുള്ളത്. ഞങ്ങൾക്ക് കയറി കിടക്കാനായിട്ടുള്ള ഇടം വേണം. 2 മുറിയുള്ളൊരു വീട് മതിയില്ല? മുറിയും വേണ്ട, ഒരു ഹാളായാലും കുഴപ്പമില്ല, അവിടെ കിടന്നാൽ മതി. ഇത് മതി. ഞങ്ങളുടെ മക്കളും പേരുവഴിയാ. എനിക്ക് ഇവരെ കുറിച്ച് എന്താ പറയാൻ, ഇവർ 4 കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ കഷ്ടപ്പെടുക. അങ്ങനെ വീടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞു 5 ദിവസം ഇവിടെ വന്നില്ലടേന്ന് ഫോൺ ചെയ്തപ്പോൾ പിന്നെ അവരിവിടെ വന്നിപ്പോൾ വയറ്റിനും കൊടുക്കാം, അവർക്ക് ഇവിടെ കിടക്കാനുള്ളതും കൊടുക്കാം, അതേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. എൻ്റെ ഭർത്താവും കൂലി വേലക്കാരനാണ്. എന്നവരാരായാലും ഇവർക്ക് സഹായം കൊടുക്കുന്ന ഏറ്റവും നല്ല അടച്ചോനും ഒക്കെ തിന്നവർക്ക് സഹായം കിട്ടും. ഞങ്ങൾക്കൊരു കിടക്കാടം മതി. ഞങ്ങൾക്ക് പെരുവഴി നിൽക്കാൻ വയ്യ. മക്കളെയും കൊണ്ട് പല വീടുകളിൽ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. എനിക്കും എൻ്റെ മക്കൾക്ക് സുരക്ഷിതമായിട്ട് എൻ്റെ മക്കൾ എന്നോടൊപ്പം വേണം. എൻ്റെ മക്കളെ എങ്ങും ആക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ച് ഞങ്ങൾക്കൊരു കിടക്കാടം, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് മനസ്വസ്ഥമായിട്ട് കയറി കിടക്കണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്ന ഭർത്താവുണ്ടല്ലോ, അയാളുടെ പേരെന്താ ചോദിച്ചു? ഷാനവാസ്. എവിടെ സ്ഥലം? കരുവ, അഞ്ചാലുമൂട്. അഞ്ചാലുമൂട് സ്വദേശിയാണ്. രണ്ടാമത്തെ ആളുടെ പേര് ഹാഷിമ്, അത് കേരളപുരം. അത് കേരളപുരമാണല്ലേ? ഇവരൊക്കെ കാണണം, കാരണം ജന്മം കൊടുത്തൊരു കുഞ്ഞ്, ഹാഷിമിന്റെ ഒരു കുഞ്ഞാണ് ചേച്ചി. അത് പിന്നെ ഷാനവാസിന്റെ 3 പെൺകുട്ടികളാണ്. അപ്പം ഒരു നേരത്തെ ആഹാരം പോലും അയാൾ ഈ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. ഈ മോക്ക് 6 മാസമുള്ളപ്പോൾ പോയതാണ്. ആ മോൾ എങ്ങനെ ഇരിക്കുന്നു പോലും അയാൾക്ക് അറിയില്ല. ഇവരൊക്കെ മനുഷ്യനാണോ? ജന്മം കൊടുക്കാൻ മാത്രം പോരാ. ഇവരൊക്കെ മക്കൾക്ക് ഒരു ബുക്കാവട്ടെ, ഒരു പെൻസിലാവട്ടെ ഒരു വാപ്പ മേടിച്ചു കൊടുത്തിട്ടില്ല. ഞാനാണ് കഷ്ടപ്പെട്ടില്ല. ഒരു നോക്ക് ഈ പെൺകുഞ്ഞുങ്ങളെ, ഇവരെ കണ്ടിട്ടില്ലല്ലോ. നല്ലൊരു ദിവസം വന്നാൽ പോലും ഒരു ഉടുതുണി പോലും എൻ്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. നല്ലൊരു പെരുന്നാൾ, ഹജ്ജ് പെരുന്നാൾ വന്ന്, കൊച്ചു പെരുന്നാൾ വന്ന്, എന്നാലും എൻ്റെ മക്കൾ എന്നാന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ല. എൻ്റെ മക്കൾ എന്തോ തിന്നെന്ന് പോലും അയാൾ അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെ, ഈ 4 കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കല്ലേ. ഇവർക്ക് ആരുമില്ല, നമ്മളേ ഉള്ളൂ. ഇവർക്ക് ഒരു കയറിക്കിടക്കാൻ താൽക്കാലികമായിട്ടൊരു വാടക വീടെങ്കിലും എടുത്ത് അവർ സുരക്ഷിതമായിട്ട് അവർ കഴിഞ്ഞോളും. എന്നിട്ട് അവർക്കൊരു വീടാണ് ഏറ്റവും വലിയ ആവശ്യം. ആരെ മുന്നേ അവർ അധ്വാനിച്ച് ജീവിച്ചോളാം. ഒരു കയറിക്കിടക്കാൻ ഒരു വീട് ചെയ്തു കൊടുക്കാൻ ഇത് കാണുന്ന നല്ല മനുഷ്യരെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.